Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. വളരെ വേഗത്തിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യാം എന്നതാണ്. ഇത് ഓൾമോസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിൻഡോസും, അത് ആപ്ലിക്കേഷൻസ് ആവട്ടെ, ഫയൽസ് ആവട്ടെ, ഫോൾഡേഴ്സ് ആവട്ടെ, എന്തു തന്നെയായാലും എല്ലാം പൂർണ്ണമായി ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം. നിലവിൽ എൻ്റെ ഫോക്കസ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ടൈറ്റിൽ വെക്കുകയാണ് ഇൻസേർട്ട് ടി. നിലവിൽ ഞാനുള്ളത് നോട്ട് പാഡ് വിൻഡോയിലാണ്. നോട്ട് പാഡ് ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ക്ലോസ് ചെയ്യുക ബൈ പ്രസ്സിംഗ് Alt F4. ഞാൻ ക്ലോസ് ചെയ്യുന്നു. Calculator window display is 0. നോട്ട് പാഡ് വിൻഡോ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫോക്കസ് കാൽക്കുലേറ്റർ വിൻഡോയിലെത്തി. ടൈറ്റിലേക്ക് ചെയ്യാം Calculator. ഇതിൻ്റെയും ആവശ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ബൈ പ്രസ്സിംഗ് Alt F4. Document 1 compatibility mode Word. Microsoft Word document edit multi-line page 1 section 1 blank. കാൽക്കുലേറ്ററും നോട്ട് പാഡും ക്ലോസ് ചെയ്തതിന് ശേഷം ഫോക്കസ് വന്നിട്ടുള്ളത് MS ഓഫീസ് വേർഡിലാണ്. ടൈറ്റിൽ Document 1 compatibility mode Word. ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വർക്ക് സേവ് ചെയ്യുക, ദെൻ ക്ലോസ് ചെയ്യുക. ഞാൻ ഈ വിൻഡോയും ക്ലോസ് ചെയ്യുകയാണ്. Desktop list Op Studio 25 of 67. 3 വിൻഡോസ് ക്ലോസ് ചെയ്തു. നിലവിൽ നമ്മുടെ ഫോക്കസ് ഉള്ളത് Program Manager. ഡെസ്ക്ടോപ്പിലാണ്. ഇനി എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ അവശേഷിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി Alt ടാബ് പ്രസ് ചെയ്യുക. Alt ഹോൾഡ് ചെയ്യുന്നു, ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതിനർത്ഥം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് ഉള്ളത് Program Manager. ഡെസ്ക്ടോപ്പിലാണ്, അഥവാ NVDA പ്രോഗ്രാം മാനേജർ എന്നായിരിക്കും പറയുക. ഇങ്ങനെ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാം സേവ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്ത് ഫോക്കസ് ഡെസ്ക്ടോപ്പിൻ്റെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിൽ എത്തിക്കുക. NVDA 24 of 67. ഇപ്പോൾ ഫോക്കസ് ഉള്ളത് ഡെസ്ക്ടോപ്പിൻ്റെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്താണ്. ശേഷം ഷട്ട് ഡൗൺ ചെയ്യുന്നതിനായി അഥവാ ടേൺ ഓഫ് ചെയ്യുന്നതിനായി Alt F4 പ്രസ് ചെയ്യുക. Shutdown Windows dialog closes all apps and turns off the PC. What do you want the computer to do? Combo box shutdown collapse Alt W. Alt F4 പ്രസ് ചെയ്യുമ്പോൾ ഷട്ട് ഡൗൺ ഡയലോഗ് ബോക്സ് കാണാം. ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഫോക്കസ് വന്ന് നിൽക്കുന്നത് ഷട്ട് ഡൗൺ എന്ന ഓപ്ഷനിലായിരിക്കും. ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നോക്കാം. Switch user. ഫസ്റ്റ് വൺ സ്വിച്ച് യൂസർ, Sign out. സെക്കൻഡ് വൺ സൈൻ ഔട്ട്, Sleep. തേർഡ് വൺ സ്ലീപ്പ്, Shutdown. ഫോർത്ത് വൺ ഷട്ട് ഡൗൺ, Restart. റീസ്റ്റാർട്ട്, ലാസ്റ്റ് വൺ. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ്. ഇത് കൂടാതെ OK button. ടാബ് കീ പ്രസ് ചെയ്താൽ OK ബട്ടൺ കാണാം. Cancel button. ക്യാൻസൽ ബട്ടൺ, Help button Alt H. ഹെൽപ്പ് ബട്ടൺ. ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ഡയലോഗ് ബോക്സിലുള്ളത്. ഇതിൽ ഏത് ഓപ്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്താലും, ഫോർ എക്സാമ്പിൾ Shutdown. ഈ ഷട്ട് ഡൗൺ എന്ന ഓപ്ഷനിൽ ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ആവും. Restart. റീസ്റ്റാർട്ട് എന്ന ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യും. Sleep. സ്ലീപ്പ് എന്ന ഓപ്ഷനിൽ എൻ്റർ ചെയ്താൽ കമ്പ്യൂട്ടർ സ്ലീപ്പ് മോഡിലേക്ക് പോകും. Sign out. സൈൻ ഔട്ട് എന്ന ഓപ്ഷനിലാണ് ഞാൻ എൻ്റർ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ യൂസർ അക്കൗണ്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യപ്പെടും. Switch user. സ്വിച്ച് യൂസർ എന്ന ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിലാണ് നമ്മൾ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുന്നത്. ഈ ഒരു ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുന്നതിനായി ഒന്നെങ്കിൽ Cancel button. ഈ ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. Desktop list NVDA 24 of 67. എസ്കേപ്പ് കീ പ്രസ് ചെയ്തതോടുകൂടി നമ്മുടെ ഫോക്കസ് തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.